ഹായ്, ബ്യൂട്ടിഫുൾ. ഈ ഡ്രസ് സെലക്ട് ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒക്കെ മഹി പറഞ്ഞിട്ടല്ലേ. പക്ഷെ രാത്രിയിലെങ്ങാനും എന്റെ ഡാഡി എണീറ്റാലോ? ആ പേടിയെ വേണ്ട. നിങ്ങളുടെ വീട്ടിലെ പാലിൽ ഞാൻ മയക്കുമരുന്നിട്ടു. അത് കുടിച്ച് അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ട് ഉറങ്ങുക. ഇന്നിനി എണീക്കില്ല. അതൊക്കെ വിട്. വന്ന് ഈ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യ്. കമോൺ. ഹലോ സ്കൈ, മൂൺ, സ്റ്റാർസ്, ഓഷ്യൻ. Let me celebrate Mahi on her birthday. Happy birthday to you, Mahalakshmi. ഇത് ശരിക്കും ത്രില്ലിംഗ് ആണ് ബണ്ണി. ഇങ്ങനെ ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ നിലാവത്തെ സമുദ്രത്തെ കണ്ടുകൊണ്ട് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞ ഇറ്റ്സ് റിയലി ഫാന്റാസ്റ്റിക്. ഓ യെസ്, ഇത് മാത്രമല്ല, ഇനി ഇതുപോലെ കുറെ ഉണ്ട്. വാ, കാണിച്ചു തരാം. ചേട്ടാ, ഒരു സ്പെഷ്യൽ ടീ എടുക്കും. ഇപ്പൊ തരാം. ഹായ് ഫ്രണ്ട്സ്, വാ വാ വാ. ഇന്ന് മഹാലക്ഷ്മിയുടെ ബർത്ത്ഡേയാ. എല്ലാവരും ഈ ബണ്ണ് വാങ്ങിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറ. ദാ പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു മഹാലക്ഷ്മി. എന്തെങ്ങനെ നോക്കുന്ന? ഇത് ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുണ്ട്. തീർന്നില്ല, ഇനിയാണ് ഗാനമേള, റെക്കോർഡിംഗ്, ഡാൻസ്. കാണാൻ പോകുന്നേ ഉള്ളൂ. ബണ്ണി, എന്താ ഇതൊക്കെ? ഇറങ്ങി പറയാം. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ. നീ ദിവസം ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാറുണ്ടോ? ഞാൻ മാത്രമല്ല, പാവപ്പെട്ടവരല്ല എന്നും ഇതൊക്കെ എൻജോയ് ചെയ്യും. വലിയ കാശുകാര് നിന്നെ പോലെ AC റൂമിൽ കയറിയിരിക്കുകയും ചെയ്യും. ബണ്ണി, എനിക്ക് ഒന്ന് ഡാൻസ് ചെയ്യാൻ തോന്നുന്നു ബണ്ണി. അതെയോ? വാ. പൂച്ചയ്ക്ക് കണ്ണില്ലാതായാലും എലിയും തട്ടിക്കളിക്കും പറയും പോലെ ഞാനൊരു കോമാളിയായി. ആരെങ്കിലും കണ്ടാൽ കണ്ണുകൊട്ടനാൻ തോന്നരുത്, അല്ല ആക്ട് ചെയ്യണം. അവിടെ ജീപ്പിൽ ഒരു പണിയില്ല, ഒരു പൊട്ടക്കണ്ണ ഇരിപ്പുണ്ട്. ഒരു ചായ കൊണ്ട് കൊടുക്ക്. ആരാടാ പൊട്ടക്കണ്ണൻ? കണ്ണട വെച്ച പൊട്ടക്കണ്ണനാവോ? കൈ മെനക്കെടുത്തരുത് മോനെ. വിരല് ചൂണ്ടിയപ്പോ എനിക്ക് മനസ്സിലായി ആരാ പൊട്ടക്കണ്ണൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു വിരല്. ബണ്ണി, സൂര്യനല്ലടാ അത്. എടോ സൂര്യ, സുഖമല്ലേ? പരമസുഖ. എവിടെ പോണ്? ഒരു സിനിമയ്ക്ക് ഇറങ്ങിയതാ. കണ്ടോ കാണാൻ പോകുന്നേ ഉള്ളൂ. അല്ല, തന്റെ കണ്ണാരോ മോഷ്ടിച്ചു? ചുമ്മാതിരിക്കടാ. മോഷ്ടിക്കാൻ ഇതെന്താ പൈസയാ? ഈ സമൂഹത്തിലെ അഴിമതികൾ കാണാൻ വയ്യഞ്ഞിട്ട് ഞാൻ ഒരാൾക്ക് അത് ദാനം ചെയ്താ. സമൂഹം നന്നാകുകയാണെങ്കിൽ ഞാൻ വേറെ കണ്ണു വെച്ചോളാം. എന്താ പോരെ? നല്ല ഐഡിയ. ഇങ്ങനെ തന്നെ വേണം. പറയട്ടെ. കണ്ണുള്ളപ്പോ ആരും അതിനെ കുറിച്ച് ചോദിക്കില്ല. പോയപ്പോഴാ ചോദ്യങ്ങള്. ചാവണതാ ഭേദം. എടാ, ആ സൂര്യൻ നീ അവന്റെ കണ്ണെടുത്തെന്നറിയാം. എങ്ങനെ അറിയാനടാ? അതിന് എന്നെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ? എന്നാലും അവന്റെ കാര്യം കഷ്ടമല്ലേടാ. കണ്ണിന്റെ വില എന്താണെന്ന് അവനും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ. നീ ടെൻഷൻ അടിക്കണ്ട, അവന് കണ്ട് വേറെ പഠിപ്പിക്കാം. എന്താ വേണ്ടത്? ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു തരണം. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യൂ. ബണ്ണി, നിനക്കടാ ഫോൺ. ആരാന്ന് ചോദിക്കേ? ചോളവാരത്തു നിന്ന് ജാനകിയാണെന്ന് പറഞ്ഞാൽ മതി. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് സുഖമല്ലേ? എനിക്ക് സുഖമാണ്. നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല അമ്മേ. എന്താ അമ്മേ? വരുന്ന 22-ാം തീയതി രഥോത്സവമല്ലേ? നീ വന്ന് കൈവച്ചില്ലെങ്കിൽ രഥം അനങ്ങില്ല. അത് ഓർമ്മിപ്പിക്കാനാ ഫോൺ ചെയ്തത്. ഓർമ്മയുണ്ടമ്മേ. എന്തൊക്കെ പറഞ്ഞാലും അത് മറക്കില്ലല്ലോ. ഞാൻ ഉറപ്പായിട്ടും വരും. പിന്നെ വെല്ലിച്ചന്റെ കാര്യം ദയമേ. ഗവർണർക്ക് ഹർജി കൊടുത്തിരുന്നു. രഥോത്സവ ദിവസം ജയിലിൽ നിന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നാണ് പറഞ്ഞത്.
ചോളവാരത്തേക്ക് ഒരു ടിക്കറ്റ്. കരയാതെ മോനെ. രാമേട്ടാ, അയ്യോ എന്ത് പറ്റി രാമേട്ടാ? രാജമോനല്ലേ ഇത്? അയ്യോ കാലിന് എന്ത് പറ്റി? നമ്മുടെ എല്ലാ ജീവൻ പോയാലും ശരി, നമുക്ക് ഇവരെ കാത്തു രക്ഷിക്കണം. നമ്മുടെ മകനായിട്ട് വളർത്തണം. എന്നോടൊന്ന് പറയോ? അയ്യോ എനിക്ക് പേടിയാവും രാമേട്ടാ. അയ്യോ രാമേട്ടാ, അയ്യോ അതൊന്നും ചെയ്യരുതേ. പിന്നെ അയ്യോ വേണ്ട വേണ്ട, ഒന്നും ചെയ്യല്ലേ. അയ്യോ ഉപദ്രവിക്കരുതേ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കോ. എവിടെടി ഇവൻ കൊണ്ടുവന്ന കുഞ്ഞ് എവിടെയാന്ന് പറയടി. അയ്യോ ഇല്ലെങ്കിൽ ഇവനെ ഇപ്പൊ കൊല്ലും ഞാൻ. ഞാൻ പറയാം സാർ, അകത്തുണ്ട്, എടുത്തോണ്ട് പൊയ്ക്കോളൂ സാർ. കൊണ്ടുപോകരുത്. വേണ്ടടാ, വേണ്ട. ആ കുഞ്ഞിനെ കൊല്ലല്ലടാ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ജീവൻ പണയം വെച്ച് കൊണ്ടുവന്ന എന്റെ തമ്പുരാന്റെ കുഞ്ഞിനെ നീ കൊല്ലാൻ കൊടുത്തില്ലേടി? ഞാൻ കൊടുത്തത് നിങ്ങൾ കൊണ്ടുവന്ന കുഞ്ഞിനെ അല്ല ഏട്ടാ, നമ്മുടെ കുഞ്ഞിനെയാ. എന്താ നീ പറഞ്ഞത്? അതെ ഏട്ടാ, നിങ്ങൾ കൊണ്ടുവന്ന ആ കുഞ്ഞ് ഇവിടെ ജീവനോടെ